ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷവീര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനോഭിർവശേമ ദേവഹിതം യദായു സ്വസ്തി ന ഇന്ദ്രോ വൃത്രസ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഏകം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അദ്വൈതം, ദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉള്ള അവസ്ഥ, രണ്ടായിട്ട് നിലനിൽക്കുന്ന അവസ്ഥക്കാണ് ദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് രണ്ടില്ലാത്ത അവസ്ഥ, രണ്ടായിട്ട് നിലനിൽക്കാത്ത അവസ്ഥ, അതാണ് അദ്വൈതം. അപ്പോൾ ഒന്ന്, അദ്വൈതം എന്ന് പറയുന്നത് ഒന്ന് മാത്രമായിട്ടുള്ളത് അവസ്ഥ, അത് ബ്രഹ്മം എന്നുള്ള നിലയിലാണ് അദ്വൈത വേദാന്തത്തിൽ ശ്രീ ശങ്കരാചാര്യർ അവതരിപ്പിക്കുന്നത്. അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിലൂടെ നമ്മൾ എത്തുന്ന മോക്ഷം എന്നുള്ള അല്ലെങ്കിൽ മുക്തി എന്നുള്ളത് എങ്ങനെ പ്രാപിക്കാം, എങ്ങനെ നമ്മൾ എത്താം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്, അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ കൺസെപ്റ്റ്. ആ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കോർ ഫിലോസഫിക്കൽ ഐഡിയ എന്ന് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമാണ്, ജഗത്ത് ഈ കാണുന്ന ലോകം, പ്രപഞ്ചം, നമ്മൾ അടങ്ങുന്ന ഈ പ്രപഞ്ചം ഒക്കെ മിഥ്യയാണെന്നാണ്. ബ്രഹ്മം മാത്രം സത്യവും ജഗത്ത് മിഥ്യ എന്നുമാണ് ഈ ഫിലോസഫിയുടെ കൺസെപ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത്. നമ്മൾ അതിലൂടെയാണ് ജീവിക്കേണ്ടതും. അതാണ് ഐഡിയ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ ന പരഃ എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമല്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ ന പരഃ. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ജീവൻ ബ്രഹ്മമല്ലാത്ത മറ്റൊന്നുമല്ല. വേദാന്തം പഠനം ആത്മജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ആത്മജ്ഞാനത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അറിവാണ്, ഞാൻ എന്താണെന്നുള്ള അറിവ്. ഈ ആത്മജ്ഞാനത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. മനസ്സിന് ഒരു മുഖ്യമായിട്ടുള്ള ഘടകമുണ്ട്. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നതിലും ഞാൻ ആരാണെന്ന് അറിയുന്നതിലും മനസ്സിന് ഒരു പ്രധാന പങ്കുണ്ട്. ബാഹ്യ ശരീരത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അധിഷ്ഠമായ മനസ്സിനും വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ആരാണെന്ന് അറിയുന്നതിൽ. അപ്പോൾ മനസ്സിനെ പറ്റിയുള്ള ഒരു പഠനം കൂടിയാണ് വേദാന്തം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ പഠനമാണ്, മനസ്സിൻ്റെ ഭാഗം. നമ്മളെ പഠന വിഷയത്തിൽ, അന്വേഷണത്തിൽ മനസ്സിനെയും കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബാഹ്യമായി കാണുന്ന ശരീരത്തെ മാത്രമല്ല നമ്മൾ പഠനവിധേയമാക്കേണ്ടത്. നമ്മൾ പഠനവിധേയമാക്കുന്നത്, അത് മെഡിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും നമുക്ക് പഠനവിധേയമാക്കുന്നത് ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായിട്ടുള്ള യഥാർത്ഥത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന വസ്തുക്കളെ പറ്റി മാത്രമാണ് പഠന വിഷയമാക്കുന്നത്. കാണാത്തതൊക്കെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു തിയറം ഉണ്ടാക്കിയിട്ട് മാറ്റിവെക്കുകയാണ്. പക്ഷെ വേദാന്തം അങ്ങനെയല്ല. വേദാന്തം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ മനസ്സിന് നമ്മൾ അദൃഷ്ടമായ കാര്യങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നുണ്ട്. ആ വേദാന്ത അത് വേദാന്തത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്.
നമുക്ക് സംശയങ്ങൾ ഉണ്ടാവരുത്. എല്ലാ സംശയങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. വേദാന്തത്തിലെ അന്വേഷണത്തിലൂടെ എല്ലാ സംശയങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. കാര്യം എന്നാൽ മാത്രമേ എല്ലാ സംശയങ്ങളും ഇല്ലാതായാലും മാത്രമേ നമ്മൾ ഏകത്വം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അദ്വൈതം എന്നുള്ള അറിവിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എല്ലാ സംശയങ്ങളും ഇല്ലാതാവണം. എല്ലാ സംശയങ്ങളും. കാര്യം നമുക്ക് ഒന്നിനെ പറ്റി മാത്രമേ അറിയേണ്ടൂ, ബ്രഹ്മത്തെപ്പറ്റി മാത്രമേ അറിയേണ്ടൂ, ആത്മാവിനെ പറ്റി മാത്രമേ അറിയേണ്ടൂ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഈ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ആ സംശയങ്ങളൊക്കെ ഇല്ലാതാവണം. അതിനുള്ള മാർഗം കൂടി വേദാന്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങളുടെയൊക്കെ കോർ കൺസെപ്റ്റ് നമ്മൾ മോക്ഷമാണെന്ന് പറഞ്ഞു. മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത്. മോക്ഷം എന്ന് പറയുന്നത് നമ്മളെ വേദങ്ങളിലെ പരമപുരുഷാർത്ഥമായിട്ട് കാണുന്നതാണ്. മോക്ഷം എന്ന് പറയുന്നത് വേദങ്ങളിലെ പരമപുരുഷാർത്ഥമാണ്. പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് 4 പുരുഷാർത്ഥങ്ങളാണ്. നമ്മൾ ഒരു മനുഷ്യൻ ആർജിക്കേണ്ട അർത്ഥങ്ങൾ 4 എണ്ണമാണുള്ളത്. അത് വേദത്തിൻ്റെ വൈദിക ധർമ്മത്തിൽപ്പെടുന്നതാണ്. ധർമ്മം അർത്ഥ കാമ മോക്ഷ. ധർമ്മ അർത്ഥ കാമ മോക്ഷ. ധർമ്മം അർത്ഥം കാമം മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളാണ് ഒരു ലൈഫിൽ എല്ലാവരും ആർജിക്കേണ്ടത്. ഇതെങ്ങനെ നമുക്ക് ആർജിക്കാം എന്നുള്ളതാണ് വേദങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആക്ച്വലി വേദങ്ങളുടെ അറിവ് അതൊക്കെയാണ് ഈ 4 പുരുഷാർത്ഥങ്ങൾ. അതിൽ പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് വേദാന്തത്തിലെ കൺസെപ്റ്റ്, വേദാന്തത്തിൻ്റെ ലക്ഷ്യം, പരമപുരുഷാർത്ഥമായ മോക്ഷം. എന്നാലോ അർത്ഥകാമങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അർത്ഥകാമങ്ങൾ, അവിടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നത്, ഈ ജീവിതത്തിൽ സമ്പാദിക്കുന്ന സമ്പത്ത്, ധനം, പദവി ഒക്കെ നമ്മൾ ആർജിക്കുന്ന ഈ ഭൗതികമായിട്ട് ആർജിക്കുന്നതെല്ലാം അർത്ഥങ്ങളാണ്. അർത്ഥങ്ങൾ പൊതുവെ ആർജിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്. അതാണ് കാമം എന്ന് പറയുന്നത്. അർത്ഥ കാമങ്ങൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. അർത്ഥം കാമവും. അർത്ഥങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ ലൈഫിൽ നേടിയെടുക്കുന്നതൊക്കെ അർത്ഥങ്ങളായിട്ട് വരുന്നത്. അത് ആഗ്രഹത്തിനനുസരിച്ചാണ് നേടിയെടുക്കുന്നത്. അതാണ് കാമം. വേദങ്ങൾ പറയുന്നത് ധർമ്മമാണ് മുന്നിൽ നിർത്തേണ്ടത്. ധർമ്മത്തിനനുസരിച്ചാണ് അർത്ഥകാമങ്ങൾ നേടിയെടുക്കേണ്ടത്. ധർമ്മത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതിരിക്കണം. ധർമ്മം അനുസരിച്ച് അർത്ഥകാമങ്ങൾ എന്തും നേടിയെടുത്തു എന്നുള്ളതാണ് വേദങ്ങൾ അനുശാസിക്കുന്നത്. ധർമ്മ അർത്ഥ കാമം ഇത് 3 നമ്മൾ സംതൃപ്തി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്ന പറയുന്നത്. അപ്പം ഈ അർത്ഥകാമങ്ങൾ നമ്മൾ നേടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്, ജീവിത ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ജീവിത ലക്ഷ്യത്തിൽ നമ്മളറിയാം, നമ്മൾ ഓരോരോ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ പല ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ പറ്റാതാവുന്ന പല ലക്ഷ്യങ്ങളും നമുക്ക് സംതൃപ്തിയോടെ നമ്മൾ പൂർത്തീകരിക്കുന്നു, പലതിലും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു. ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴും അവിടെ നമ്മൾക്ക് സാറ്റിസ്ഫൈ ആവുന്നത് ആരാണ്? ഈ ഞാൻ തന്നെ. ഓരോ ലക്ഷ്യങ്ങൾ സ്വന്തമായിട്ടുള്ള ലക്ഷ്യമായിക്കോട്ടെ, ബന്ധുക്കൾക്കുള്ള ലക്ഷ്യമായിക്കോട്ടെ, സുഹൃത്തുക്കൾക്കുള്ള ലക്ഷ്യമായിക്കോട്ടെ, കുടുംബാംഗങ്ങൾക്കുള്ള ലക്ഷ്യമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളെന്ന് വേർപെടുത്താതെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നത് തന്നെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിറവേറ്റപ്പെടുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, ഒരു സംതൃപ്തി നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ തന്നെയാണ് ആ സംതൃപ്തി അനുഭവിക്കുന്നത്. ഈ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നത്, ജീവിതം മുഴുവൻ പ്രയത്നിക്കുന്നത്. ആ സംതൃപ്തിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ആ സംതൃപ്തി ഉള്ള ആ മനസ്സ് നേടിയെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ആ തൃപ്തി നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലാണ്, മറ്റെവിടെയല്ല.
മറ്റ് വേറെ ആൾക്ക് സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും സ്വന്തമായിട്ട് വേണ്ടിയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ആ സംതൃപ്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ തൃപ്തി ഉള്ള മനസ്സ് അല്ലെങ്കിൽ തൃപ്തി അനുഭവിക്കുന്നത് ഞാനാണ്. എൻ്റെ ഉള്ളിലുള്ള ഞാനാണ് ആ തൃപ്തി അനുഭവിക്കുന്നത്. ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. ആ ഞാൻ ആരാണ്? ആ തൃപ്തി അനുഭവിക്കുന്ന ആൾ ഞാനാണ്. ആരാണ് ഞാൻ? എന്താണ്? ആ അന്വേഷണമാണ് വേദാന്തം. ആ സംതൃപ്തി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ആ സംതൃപ്തി, സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ഞാനാണ്. നമ്മൾ ആത്മാവ് എന്നോ എന്തോ വിളിച്ചു കഴിഞ്ഞാലും ആ ഉള്ളിലുള്ള ഞാനാണ് ആ സംതൃപ്തി അനുഭവിക്കുന്നത്. ഞാനെന്ന ഉള്ളിലുള്ള എൻ്റെ ഒരു ഉള്ളിലുള്ള ഇന്നർ കോർ, ഇന്നർ സെൽഫ് എന്ന് പറയുന്ന ആ ഇന്നർ സെൽഫാണ് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞാലും ആ സംതൃപ്തി അനുഭവിക്കുന്നത് ഞാനാണ്. ആ ഞാൻ ആരാണെന്നുള്ള അന്വേഷണമാണ് വേദാന്തം. ആ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് വേദാന്ത പഠനം. ഈ ഞാനാണ് ആരാണെന്നുള്ള അന്വേഷണം തന്നെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ആത്മികം എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ തന്നെ. ആത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ, ആത്മികം എനിക്ക്, എന്നെ എന്നുള്ളത്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയുള്ളത്. ആധ്യാത്മികം എന്നെപ്പറ്റിയുള്ള ആ അറിവ്, എന്നെപ്പറ്റിയുള്ള നോളജ്, അതാണ് ആത്മജ്ഞാനം, അതാണ് വേദാന്തം. അപ്പോൾ ആധ്യാത്മിക ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണെങ്കിലും അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക്, നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള അറിവാണ്. ആ അറിവിലേക്ക് എത്തുന്നതാണ്. ആ അറിവിലേക്ക് എത്തുക, ഈ സംതൃപ്തി, നമ്മൾ ഓരോ ജീവിത ലക്ഷ്യങ്ങൾ ഓരോന്ന് നിറവേറ്റുമ്പോഴും ആ സംതൃപ്തിയിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. ആ സംതൃപ്തിയിലേക്ക് എത്തുമ്പോൾ അതിലൂടെ ഞാൻ അറിയുന്നത് ഞാൻ ആരാണെന്നുള്ള ആ അനുഭവമാണ് എനിക്ക് വ്യക്തമാവുന്നത്. ഓരോ ജീവിത ലക്ഷ്യങ്ങളിൽ, ഓരോരോ ദിവസമുള്ള ലക്ഷ്യങ്ങളും ജീവിതങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിലൂടെ ഞാൻ അറിയുന്നത് ഞാൻ ആരാണെന്ന് തന്നെയാണ്. എൻ്റെ ഇന്നർ സെൽഫ് എന്താണെന്നാണ് അറിയുന്നത്. അതാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ആധ്യാത്മിക ലക്ഷ്യത്തിനുള്ള സപ്പോർട്ടാണ്. ജീവിത ലക്ഷ്യത്തെ മാറ്റിവെക്കേണ്ടതല്ല. ആധ്യാത്മിക ലക്ഷ്യവും ജീവിത ലക്ഷ്യവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ജീവിത ലക്ഷ്യം മാറ്റിവെച്ചിട്ട് ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് തിരിയുമ്പം നമുക്ക് പലതും നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. ആക്ച്വലി നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോഴും നേടുന്നത് ആധ്യാത്മിക ലക്ഷ്യം തന്നെയാണ്. ഞാൻ ആരാണെന്നുള്ള അറിവിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അവിടെ ഞാൻ ആരാണ്, എൻ്റെ സംതൃപ്തിയിൽ ഞാൻ നിന്നു പോകുന്നു. ആ സംതൃപ്തി പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റാതെ ആവുന്നു. ആ സംതൃപ്തിയിൽ നിലനിന്നു പോകുന്നു. ആ സംതൃപ്തി മാത്രം ലക്ഷ്യമായിട്ട് അടുത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. ആ സംതൃപ്തി അനുഭവിച്ചത് ആരാണെന്ന് ചിന്തിക്കാതെ, ആ സംതൃപ്തി അനുഭവിച്ചത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സംതൃപ്തിയിലൂടെ അനുഭവിച്ച ഞാൻ എന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ള അന്വേഷണം, അവിടെ അത് നമ്മൾ ദീർഘിപ്പിക്കണം. ആ സന്തോഷവും സുഖവും അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ സന്തോഷവും സുഖവും അനുഭവിച്ച ഞാൻ എന്താണെന്ന് കൂടി അറിയുക, ഞാൻ ആരാണെന്ന് കൂടി അറിയുക. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചം എന്താണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ഈശ്വരനാണെന്ന് പറയുന്നു. പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഈശ്വരനാണെന്ന് പറയുന്നത്. ആ ഈശ്വരൻ ആരാണ്? ഞാനും പ്രപഞ്ചവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് ബന്ധമുണ്ടെന്ന് നമുക്ക് നേരിട്ടറിയാം, പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അറിയാം. പക്ഷെ ഞാനും ഈ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് അന്വേഷിക്കണം, ഈശ്വരൻ ആരാണെന്ന് അന്വേഷിക്കണം, ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം. ഇതാണ് നമ്മുടെ അന്വേഷണ പരമ്പര. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്
ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്കുള്ള സപ്പോർട്ടാണ്. ഈ പ്രപഞ്ചം എന്നത് സൃഷ്ടിച്ചത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ച സൃഷ്ടി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും പ്രപഞ്ചവും തമ്മിൽ എന്തോ ഒരു അഭേദ്യമായ ബന്ധം നമ്മൾ പല തരത്തിലും കാണുന്നുണ്ട്. ഈ ബന്ധം നിലനിർത്തുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചം. ഞാൻ ജീവിച്ച് മരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഇതിനപ്പുറം നമ്മൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ചിന്തിക്കേണ്ടത് നമ്മൾ അങ്ങനെയാണ്. ഇതിനപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ടിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ട് സ്വീകരിക്കുന്നു. ഇതൊക്കെ ഈശ്വര സൃഷ്ടിയാണെന്നും പറയുന്നു. അപ്പം ഞാൻ ഈ പ്രപഞ്ചവും ഇങ്ങനെ ജീവിക്കുന്നതിൽ വെറുതെ ഞാൻ ജീവിച്ച് എൻ്റെ ജീവിതം ഒരു ദിവസം എൻ്റെ ആവും എന്ന് പറയുന്നു, ഞാൻ മരിക്കും എന്ന് പറയുന്നു. എൻ്റെ ജീവിതം, ഈ ശരീരത്തിൻ്റെ മരണം സംഭവിക്കും. അത് നമുക്കറിയാം. പല മരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചതും ഞാൻ അറിയില്ല, മറ്റു പലരും അറിഞ്ഞിട്ടാണ്. ഞാൻ മരിക്കുന്നതും ഞാൻ അറിയില്ല. അതും നമ്മൾ പലരും മരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ മരണം ഉറപ്പാക്കുന്നത്. ജനനവും അതുപോലെ തന്നെ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം കൊണ്ട് ഇതിലും വലിയ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെയാണ് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആധ്യാത്മിക ലക്ഷ്യം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് വേദം പറയുന്ന പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷം, ആധ്യാത്മിക ലക്ഷ്യത്തിലെ മോക്ഷം എന്ന് പറയുന്നത് അത് അറിവാണ്. അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അറിവാണ്. മോക്ഷത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നത് മോക്ഷമാർഗമായിട്ട് അദ്വൈത സിദ്ധാന്തത്തിൽ അവതരിപ്പിക്കുന്നത്. മോക്ഷമാർഗങ്ങളാണ് ഇതൊക്കെ. അദ്വൈത സിദ്ധാന്തത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആധാരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. സത്യമായിട്ട് നിൽക്കുന്ന ബ്രഹ്മം മാത്രമാണ് ഇതിനൊക്കെ ആധാരം എന്ന് പറയുന്നത്. ഈ സത്യത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ സത്യം, ഒരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ഉപനിഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇഹ ചേതവീധത സത്യമസ്തി ന ചേതിഹാ വേദീൻ മഹതീ വിനഷ്ടി എന്നാണ് കേനോപനിഷത്തിൽ പറയുന്നതാണ്. ഇഹ ചേതവീധത സത്യമസ്തി ന ചേതിഹാ വേദീൻ മഹതീ വിനഷ്ടി. ഇഹ ഈ ജന്മത്തിൽ, ഇഹ ചേത് അവീധത സത്യമസ്തി, ഇങ്ങനെ ഒരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഈ ജന്മത്തിൽ തന്നെ ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തിൽ തന്നെ ഇഹ ചേത് അവീധത സത്യം എന്നുള്ളത് ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അറിയണം. ന ചേതിഹാ വേദീൻ മഹതീ വിനഷ്ടി എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞില്ല എങ്കിൽ, ഈ ജന്മത്തിൽ അറിഞ്ഞില്ല എങ്കിൽ നമ്മളെ കാത്തു നിൽക്കുന്നത് വലിയ വിനാശം, മഹതീ വിനഷ്ടി, വലിയ വിനാശമാണ് കാത്തു നിൽക്കുന്നത് എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഒരു ഉപനിഷത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഈ സത്യം നിലനിൽക്കുന്നുണ്ട്. ആ സത്യത്തെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ജന്മം വൃഥാവിലാക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ ഈ ജന്മം വെറുതെ കളയരുത്. ഈ സത്യം, ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സത്യം, ബ്രഹ്മം എന്ന ഈ സത്യം നിലനിൽക്കുന്നുണ്ട്. ആ സത്യത്തെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. സത്യത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും നമുക്കറിയേണ്ടതാണ് ബ്രഹ്മം എന്താണെന്ന്. ബ്രഹ്മം എന്ന് പറയുന്നത്
സത്യമായിട്ട് ഉള്ളതാണ് ബ്രഹ്മം. സത്യം എല്ലാ കാലങ്ങളിലും ഒരുപോലെ നിൽക്കുന്നത്, ഭാവിയിലും വർത്തമാനത്തിലും ഭൂതത്തിലും നിലനിൽക്കുന്നത് എന്താണോ അതാണ് സത്യം. സത്യം എപ്പോഴും എല്ലാ കാലത്തും നിലനിൽക്കുന്നത് സത്യമായിട്ടുള്ളത്, അതാണ് ബ്രഹ്മം. വേറൊരു ഉപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മവിത് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവൻ ശ്രേഷ്ഠമായതെല്ലാം നേടുന്ന, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠമായിട്ട് എന്തുണ്ടോ അതൊക്കെ നേടും ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്ത് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഈ ജന്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അനുഭവിക്കും. ആപ്നോതി അനുഭവിക്കും, നേടും. ആപ്നോതി പരമമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് അനുഭവിക്കും. തദേശ അഭ്യുക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് പറയുന്നത്. അതിനാൽ ഈ ബ്രഹ്മത്തിൻ്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യമായിട്ടുള്ളത് എന്താണോ അതാണ് ബ്രഹ്മം. ജ്ഞാനം അറിവ് എന്താണോ അതാണ് ബ്രഹ്മം. സത്യം ജ്ഞാനം അനന്തം, അനന്തമായിട്ടുള്ളത് അതാണ് ബ്രഹ്മം. നമുക്ക് ഈ ബ്രഹ്മത്തിൻ്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് നമ്മളെ കമ്പയർ ചെയ്യാം. നമ്മൾ ഇത് ബ്രഹ്മാണോ എന്നുള്ളത് നമ്മളെ ഈ സ്ഥൂല ശരീരം വെച്ചുകൊണ്ട്, നമ്മൾ ഈ ഫിസിക്കൽ ബോഡി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ, ഈ ബോഡി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മളാണോ ബ്രഹ്മാണെന്നുള്ളത്. ബ്രഹ്മത്തിൻ്റെ ഡെഫിനിഷനാണ് ബ്രഹ്മ എന്ന് പറയുന്നത് സത്യമാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നത് എന്താണ്? അത് സത്യമാണ്. ബ്രഹ്മം അങ്ങനെ നിലനിൽക്കുന്നതാണ്. ജ്ഞാനമാണ്, അറിവാണ് ബ്രഹ്മം. എല്ലാ അറിവും ചേർന്നിരിക്കുന്ന, എല്ലാ അറിവുകളും ഉള്ളത് ബ്രഹ്മം. നമുക്കറിയാം നമ്മളെ ലിമിറ്റേഷൻസ്. നമ്മൾ എല്ലാ അറിവും ഉള്ളവരല്ല, എല്ലാ അറിവും നമ്മൾ സമ്പാദിക്കുന്നില്ല, നേടുന്നില്ല. എല്ലാ അറിവും ഉള്ളത്, എല്ലാ അറിവും ഒത്തുചേർന്നിരിക്കുന്നത് എന്താണോ അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. സത്യം ജ്ഞാനം അനന്തം, അനന്തമായിട്ടുള്ളത്, അൺലിമിറ്റഡ് ആയിട്ടുള്ളത് എന്താണോ അതാണ് ബ്രഹ്മം. അനന്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ അനന്തതയിലല്ല ഉള്ളത്. നമുക്ക് ലിമിറ്റേഷൻസ് നമുക്കറിയാം. നമ്മളിവിടെയുണ്ട്, വേറെ സ്ഥലത്തില്ല. അതൊക്കെ ലിമിറ്റേഷൻസ് ആണല്ലോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ലിമിറ്റേഷൻ നമ്മുടെ ലിമിറ്റേഷൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവുന്നു, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവുന്നു. അതൊക്കെ നമ്മുടെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ആണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മത്തെ പറ്റിയാണ് നമ്മൾ അറിയുന്നത്. ഈ ബ്രഹ്മത്തെ അറിയുന്നതിന് അതേ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോ അശ്നുതേ സർവാൻ കാമാൻ സഹ ബ്രഹ്മണാ വിപശ്ചിതേതി. യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. അത് ഈ ബ്രഹ്മൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന്, ആ ബ്രഹ്മം എന്ന് പറയുന്നത് യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. അതായത് നമ്മുടെ മനസ്സിനകത്ത് തന്നെയാണ് ഈ ബ്രഹ്മം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. നമ്മൾ ദൂരെ എവിടെയോ അന്വേഷിച്ച് തിരയണ്ട. നമ്മൾ ഈ ബ്രഹ്മത്തെ അന്വേഷിച്ച് പോകുമ്പം നമ്മൾ ദൂരെ എങ്ങോട്ടും പോകണ്ട. നമ്മളെ മനസ്സിനകത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് ഈ ബ്രഹ്മം ഉള്ളത്. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. പരമേ വ്യോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയാകാശം എന്ന് പറയുന്നത് മനസ്സാണ്. ഹൃദയത്തിൻ്റെ ആകാശമാണ് മനസ്സ്. ഈ ഹൃദയാകാശത്തിൽ ഒളിച്ച് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഈ ബ്രഹ്മം ഒളിച്ചിരിക്കുകയാണ്. ഈ ബ്രഹ്മം, നമ്മൾ പറയുന്ന ഈ ബ്രഹ്മം നമ്മുടെ മനസ്സിൻ്റെ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്.
നമ്മൾ എവിടെയും ദൂരെ എവിടെയും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിനകത്ത് തന്നെയാണ് ഈ ബ്രഹ്മം ഒളിച്ചിരിക്കുന്നത്. ആ ഗുഹ കണ്ടെത്തിയാൽ മതി. നമ്മൾ ബ്രഹ്മത്തെ തിരിച്ചറിയും. നമ്മളെ മനസ്സിലുള്ള ആ ഗുഹ കണ്ടെത്തിയാൽ നമ്മൾ തിരിച്ചറിയും ബ്രഹ്മത്തെ. അതാണ് വളരെ എളുപ്പമാണ് ഈ ബ്രഹ്മത്തെ തിരിച്ചറിയൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ആത്മജ്ഞാനാണ്. ആത്മജ്ഞാനം, സ്വന്തം ഞാൻ ആരാണെന്നുള്ള അറിവ്, അത് ഈ മനസ്സിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റാരും പറഞ്ഞതുകൊണ്ട് നമുക്കറിയില്ല. അതിനുള്ള മാർഗങ്ങളെ പറഞ്ഞു തരാൻ പറ്റൂ. നമ്മൾ തന്നെ അന്വേഷിക്കണം. അതായത് ഓരോ ആളും നമ്മൾ അന്വേഷിയായി മാറേണ്ടത് ഈ ഘട്ടത്തിലാണ്. ഓരോ ആളും അന്വേഷിക്കണം. ഈ ഇന്ത്യൻ ഫിലോസഫിയിലെ വേദാന്ത അന്വേഷണം എന്ന് പറയുന്നത് ഓരോ ആളും ചെയ്യേണ്ടതാണ്. ഈ അന്വേഷണം. ഈ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റൂ. ഈ അന്വേഷണത്തിലൂടെ, അൾട്ടിമേറ്റ് ആയിട്ട് ഈ അന്വേഷണത്തിലൂടെ മാത്രമേ നമ്മൾ ബ്രഹ്മത്തെ അറിയൂ. ഈ അന്വേഷണത്തിലൂടെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നതും. ഈ അന്വേഷണം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോയി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഈ അന്വേഷണത്തിലൂടെയാണ് നമ്മൾ ബ്രഹ്മജ്ഞാനിയായി മാറുന്നത്. അതായത് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം നേടുന്നത്. ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ മോക്ഷം നേടും. ജീവൻ മുക്തി എന്ന് പറയും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മോക്ഷം നേടുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് മരണത്തിലൂടെയാണ് മോക്ഷം നേടുന്നത്. മരണത്തിലൂടെ മോക്ഷം നേടിക്കഴിഞ്ഞാൽ ഈ എൻജോയ്മെന്റ് നമുക്ക് കിട്ടില്ല. എല്ലാം അറിയുന്ന ബ്രഹ്മത്തെ, എല്ലാത്തിനും ആധാരമായ ഏകത്വമായ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ജീവൻ മുക്തരായി തീരുകയാണ്. ഈ ജന്മത്തിൽ തന്നെ അറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അറിയുകയാണെങ്കിൽ, മോക്ഷം നേടുന്ന മാർഗം അറിയുകയാണെങ്കിൽ നമ്മൾ മുക്തരായിത്തീരുന്നു, ജീവൻ മുക്തരായിത്തീരുന്നു, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ലിമിറ്റഡ് എന്ന് പറയുന്ന ആ നേച്ചർ നമ്മളെ നഷ്ടപ്പെടുന്നു. നമ്മൾ അൺലിമിറ്റഡായി മാറുന്നു. എല്ലാ കാര്യത്തിലും അൺലിമിറ്റഡായി മാറുന്നു. ലിമിറ്റേഷൻ നമ്മളിൽ ഇല്ലാതാവുന്നു. ഒരു ബ്രഹ്മത്തിന്റെ ഭാഗം അല്ല, ഒരു ബ്രഹ്മം തന്നെ ആയി മാറുന്നു. ആ ബ്രഹ്മം ആരാണോ അതായി മാറുന്നു. ശരീരം, മനസ്സ്, ബോധം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ചിന്തിക്കണം. ശരീരം എന്താണ്, മനസ്സെന്താണ്, ബോധം എന്താണ്? ശരീരം എന്ന് പറയുന്നത് എൻ്റെ ഈ ഫിസിക്കൽ ശരീരം, ഈ ബോഡി, ഈ ശരീരം, എല്ലാ തരത്തിലുള്ള ലിമിറ്റേഷനും നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഈ ശരീരം എന്താണ്? ശരീരം, മനസ്സെന്ന് പറയുന്നത് എന്താണ്? ബോധം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം നമ്മളിലെ ബോധം, നമുക്കെപ്പോഴും ആ ബോധം നിലനിൽക്കുന്നുണ്ട്. എന്നും ആ ബോധം എപ്പോഴും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ആ ഞാൻ എന്ന് പറയുന്ന ആ ബോധം, ഞാൻ എന്ന് പറയുന്ന ഈ ശരീരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഈ ശരീരം തന്നെയാണ്, സംശയമില്ല. ഞാൻ ഈ ശരീരമാണെന്ന് എപ്പോഴും ചിന്തിച്ച് നടക്കുന്നു. ശരീരത്തിന് വരുന്ന വേദനകളൊക്കെ നമ്മുടെ വേദനയായിട്ട് മാറുന്നു. മനസ്സെന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല, മനസ്സിൻ്റെ ഭാരം. മനസ്സിന് ഇത്രയും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം എനിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. മനസ്സിനെ പറ്റിയുള്ള ഒരു ചിന്ത അങ്ങനെയാണ്. ശരീരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. പ്രായാവുന്ന ശരീരത്തിന് വേദനകൾ പലതും വരുന്നു. മനസ്സാണെങ്കിൽ ഏത് സമയത്തും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെ ഈ ശരീരവും മനസ്സും വേണ്ടാത്തതാണ് എന്നുള്ള ചിന്ത പോലും നമ്മൾ എത്തുന്നു. ഈ ശരീരവും മനസ്സും ബോധവും നമ്മൾ വളരെ വ്യക്തതയോടുകൂടി അറിയേണ്ടതാണ്. ഈ ശരീരവും മനസ്സും ബോധവും എന്താണെന്നുള്ളത്. ശരീരം ഈ ജീവിതത്തിന്, ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിന്, പ്രപഞ്ചത്തിലുള്ള എല്ലാ സംവേദനങ്ങളും അറിയുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് തന്നെ, നമ്മളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച നമ്മൾ കണ്ണിലൂടെ കാണുന്നുണ്ട്. കണ്ണിലൂടെയാണ് കാണുന്നത്, ഇന്ദ്രിയമായ കണ്ണിലൂടെ കാണുന്നു. അത് നമ്മൾ മനസ്സിലേക്ക് എത്തുന്നു, അല്ലേ? നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ, കണ്ണിലൂടെ കാണുന്നത് നമ്മൾ മനസ്സിലാണ് എത്തുന്നത്. മനസ്സിലാണ് ആ കാഴ്ച എത്തുന്നത്. പുറത്ത് കാണുന്ന
ആ കാഴ്ച, പുറത്ത് കാണുന്ന ഒരു വസ്തുവിൻ്റെ കാഴ്ച കണ്ണിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് എത്തുന്നു. അത് മനസ്സിലാണ് കാണുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. മനസ്സിലാണ് അറിയുന്നത് ആ കാഴ്ച. ആ വ്യക്തമായ കാഴ്ച അറിയുന്നത് മനസ്സിലാണ്. ആ കാഴ്ച നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വസ്തുവിനെ കണ്ട് അല്പം കണ്ണടച്ചു കഴിഞ്ഞാലും ആ കണ്ണിലെ കാഴ്ച, നമ്മൾ കണ്ട കാഴ്ച മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. മെമ്മറികളിലെ, നമ്മളെ ഓർമ്മകളിലെ കാഴ്ച മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ശരീരം ഇന്ദ്രിയങ്ങളെ നിലനിർത്തുന്നത് ശരീരത്തിലാണ്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് എല്ലാ സംവേദനങ്ങളും, എല്ലാ ഇന്ദ്രിയങ്ങളിലും, ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറയുന്ന എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആ ഒരു ഇന്ദ്രിയാനുഭവം അത് മനസ്സിലേക്ക് എത്തുന്നു, മനസ്സിൻ്റെ കാഴ്ചയായി മാറുന്നു. മനസ്സിലാണത് നിലനിൽക്കുന്നത്. കാഴ്ച കാണുന്നത് മനസ്സിലാണ്. മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു, പോകുന്നു. കണ്ട കാഴ്ചകൾ, മെമ്മറികൾ എല്ലാം മനസ്സിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. ഈ മനസ്സിലുള്ള സംവേദനങ്ങൾ, മനസ്സിലുള്ള വൃത്തികൾ, മനസ്സിലെ ഓരോ അനുഭവങ്ങൾ, മനസ്സിൽ കാണുന്ന ഓരോ കാഴ്ചകളും, കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും അറിയുന്നത് ഞാനെന്ന ബോധത്തിലാണ്. ഞാനെന്ന ബോധമാണ് മനസ്സിൻ്റെ കാഴ്ചക്കാരൻ. മനസ്സിൻ്റെ യഥാർത്ഥ കാഴ്ചക്കാരൻ ഞാനെന്ന ബോധമാണ്. ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബോധമാണ് എല്ലാം കാണുന്നത്, എല്ലാം അറിയുന്നത് ഈ ബോധത്തിലാണ്. ഈ ബോധം എന്ന് പറയുന്ന ഈ ബോധം അതാണ് ശരീരം, മനസ്സ്, ബോധം. ഈ ബോധത്തെപ്പറ്റി നമ്മൾ വളരെ അധികം മനസ്സിൽ ചിന്തിക്കേണ്ടതുണ്ട്. മനസ്സിൽ ചിന്തിച്ച് വ്യക്തമായ ധാരണ വരുത്തേണ്ടതുണ്ട്. എന്താണ് ബോധം എന്നുള്ളത്, എന്താണ് മനസ്സെന്നുള്ളത്, എന്താണ് ശരീരം എന്നുള്ളത്. ശരീരമല്ല ഞാൻ, ഈ മനസ്സല്ല ഞാൻ, അതല്ലാത്ത ഒരു ബോധമാണ് ഞാൻ. ഈ ബോധത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ഓർമ്മ വന്ന നാൾ മുതൽ ആ ബോധം എന്നിലുണ്ട്. എല്ലാ കാലത്തിൻ്റെയും ഒരു സാക്ഷിയായ ബോധം എന്നിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ദൃക്സാക്ഷിയാണ് ഈ ബോധം. എൻ്റെ ശരീരത്തിനും, എൻ്റെ ശരീരത്തിലുള്ള ചേഞ്ചുകൾ, ഈ ശരീരത്തിലുള്ള വേദനകൾ, ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഈ ബോധം കാണുന്നുണ്ട്, ഈ ബോധം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലുള്ള മാറ്റങ്ങൾ. മനസ്സ് ചിലപ്പോൾ ദുഃഖമാണ്, മനസ്സിൽ ചിലപ്പോൾ സന്തോഷമാണ്. ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ദുഃഖവും സന്തോഷവും വാത്സല്യവും സ്നേഹവും പ്രകടനവും ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ എല്ലാ ചിന്തകളും, എല്ലാ മെമ്മറികളും നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ബോധത്തിലാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ബോധത്തിലാണ് അറിയുന്നത്. ഞാനെന്ന് പറയുന്നത് മനസ്സല്ല. മനസ്സിലുള്ള വിഷമങ്ങൾ, ഇന്നലെ ഉണ്ടായ വിഷമങ്ങൾ ഇന്ന് പോകുന്നു. അതിനും കാഴ്ചക്കാരൻ ഞാൻ തന്നെയാണ്. നാളെ ഏത് തരത്തിലാവും എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് സന്തോഷമാണ്, നാളെ ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും അതിനും കാഴ്ചക്കാരൻ ഞാൻ തന്നെയാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ബോധം എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഈ ബോധത്തിനെ ഒരു തരത്തിലും ഈ മനസ്സിന് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. റിയാലിറ്റി അതാണ്. ഈ മനസ്സും ശരീരവും ഒരിക്കലും ഈ ബോധത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ബോധം, ഞാനെന്ന ആത്മാവ് എന്ന് പറയുന്ന ഈ ബോധം എല്ലാ കാലത്തും ഒരുപോലെ പ്രസന്നമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മൾ വെറുതെ ആരോപിക്കുകയാണ് മനസ്സും ശരീരവും എന്നെ വിഷമിപ്പിക്കുന്നു എന്നുള്ളത്. ഈ ബോധത്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര തന്നെ ശ്രമിച്ചാലും, മറ്റുള്ളവർക്ക് എത്ര തന്നെ ശ്രമിച്ചാലും ഈ ബോധത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിൽ എത്ര തന്നെ, മെമ്മറിയിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ബോധത്തെ അത് എഫക്റ്റ് ചെയ്യില്ല. ഞാനെന്ന ഈ ബോധത്തെ അതിന് എഫക്റ്റ് ചെയ്യില്ല. മനസ്സിലെ മെമ്മറി എന്ന് പറയുന്നത് അത് അവിടെ മനസ്സിൽ തന്നെ കിടക്കട്ടെ. ശരീരത്തിൻ്റെ വേദന ആ ശരീരത്തിൽ തന്നെ കിടക്കട്ടെ. ശരീരത്തിലെ വേദന എന്തിനാണ് ഞാൻ എൻ്റെ ബോധത്തിലേക്ക് എടുക്കുന്നത്?
മനസ്സിലെ വേദന ഞാൻ എൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ശരീരം മനസ്സും എൻ്റെ തന്നെയാണ്, സംശയമില്ല. എൻ്റെ ഉപകരണങ്ങളാണ്. ശരീരം എന്ന് പറയുന്നത് സ്ഥൂലമായിട്ടുള്ള ഉപകരണങ്ങൾ, മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങൾ. ഈ രണ്ട് ഉപകരണങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. എനിക്ക് എൻ്റെ ബോധം, അത് ആണ് ഇത് നിയന്ത്രിക്കേണ്ടത്. അതാണ് ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും നിയന്ത്രിക്കേണ്ടത്. ഈ മനസ്സിനെ ഈ ഉപകരണത്തെ, മനസ്സെന്ന് പറയുന്ന സൂക്ഷ്മ ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് വേദാന്തത്തിലൂടെ നമ്മൾ അറിയേണ്ടത്, വേദാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദാന്തത്തിലൂടെ നമ്മൾ ശീലിക്കേണ്ടത്. അതാണ് ഒരു വേദാന്തിയായി, ബ്രഹ്മജ്ഞാനിയായി മാറുന്നത് അങ്ങനെയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ, ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇതിൻ്റെ ശരിയായ സത്യം എന്താണെന്ന് അറിയുമ്പോൾ ആ സത്യം, ബ്രഹ്മം എന്നുള്ള സത്യം അറിയുന്നു. ആ ബ്രഹ്മമാണ് ബോധം. ഈ ബോധത്തെ അറിയുമ്പോൾ, ഈ ബോധത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പിന്നെ ഇതൊന്നൊരു വിഷയമല്ല, ബാഹ്യമായതൊന്നും ഒരു വിഷയമാവുന്നില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു, നമ്മൾ കടമകളൊക്കെ ചെയ്യണം, നമ്മളൊന്നും കടമകളിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ ഈ കടമകളൊക്കെ നിർവഹിക്കുമ്പോഴും ഞാൻ എൻ്റെ ബോധത്തിൽ നിന്ന് മാറുന്നില്ല. ആ ബോധം എന്നിലെ ആ ബോധം, അതാണ് എപ്പോഴും നിലനിർത്തേണ്ടത്. ആ ബോധം ബ്രഹ്മം എന്ന നിലയ്ക്ക് എപ്പോഴും നിലനിർത്തുക, ഒരേ താളത്തിൽ ഒരേ രീതിയിൽ നിലനിർത്തുക. അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്.